എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ചക്കയുടെ ചവണിയാണ്. ചക്കയുടെ ചവണി കൊണ്ട് തോരൻ വെക്കാനായിട്ട് പറ്റും. എത്ര പേര് ഇങ്ങനെ ചവണി കൊണ്ട് തോരൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് വയറുവേദന എടുക്കും. എനിക്കെന്തായാലും വയറുവേദന എടുക്കില്ല. ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ ചവണി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കും. അക്കൂട്ടത്തിൽ 1-2 ചക്കക്കുരുവും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. 1-2 ചക്കച്ചുളയും അതും ഇങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കടുക് ഇട്ടിട്ട് നമ്മൾ കടുക് വറക്കണം. ഇക്കൂട്ടത്തിൽ അരിയോ ഉഴുന്നുപരിപ്പോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇവിടെ അത് ചേർത്തില്ല. കാരണം ഇവിടെ അമ്മയ്ക്കൊക്കെ പല്ലില്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നുപരിപ്പും അരിയൊക്കെ ഇട്ട് കടുക് വറുത്ത് കഴിഞ്ഞാൽ അവർക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ കടുക് വറുത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മുടെ ചക്കച്ചവണി അതിനകത്തേക്ക് ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ആ എണ്ണയിലൊന്ന് നന്നായിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് ഇളക്കി. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഈ ചവണിയും ചക്കക്കുരുവും ഒക്കെ ഒന്ന് വേകാനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറുതീയിൽ അടച്ചു വെച്ചിട്ട് വേവിക്കണം. ശ്രദ്ധിക്കാനുള്ളത്, ചിലർക്ക് വയറുവേദന എടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വയറുവേദന എടുക്കാറില്ല. പക്ഷേ വളരെ രുചികരമായ ഒരു തോരനാണിത്. രുചിയുടെ കാര്യത്തിൽ കേമം തന്നെയാണ്. സാധാരണ ചക്കക്കുരു കൊണ്ടും ചക്കയുടെ ചുള കൊണ്ടും ഒക്കെ തോരൻ വെക്കും. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെ വളരെ രുചികരമാണ് ഈ ചക്കയുടെ ചവണി കൊണ്ട് ഉണ്ടാക്കുന്ന തോരൻ. അക്കൂട്ടത്തിൽ 1-2 ചുളയും കൂടെ അരിഞ്ഞിടുകയും ചക്കക്കുരു അരിഞ്ഞിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ തോരന് വളരെ രുചി വർദ്ധിപ്പിക്കും. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഇത് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നന്നായിട്ട് ഇത് വേകാനായിട്ട് അനുവദിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, ഇളക്കുക, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സാധാരണ തോരൻ വെക്കാനായിട്ട് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരയ്ക്കാനായിട്ട് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഇത്രയും ചേർത്ത് ചതച്ച അരപ്പാണ്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് 1 മിനിറ്റ് ഈ അരപ്പൊന്ന് നന്നായിട്ട് വേകാനായിട്ട് അനുവദിക്കണം. കാരണം ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച രുചി മാറുന്നതിനായിട്ട്. അതിനുശേഷം തുറന്ന് ഇത് നന്നായിട്ട് ചിക്കി തോർത്തി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചക്കയുടെ ചവണി കൊണ്ടുള്ള തോരൻ റെഡി. ഇതും ഒരു സാമ്പാറോ അതല്ലെങ്കിൽ ഒരു മോരോ ഒരു കടുമാങ്ങയോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ രുചികരമാണ്. ഇവിടെ ചക്ക വലിയ ഇഷ്ടമായതുകൊണ്ട് ചക്കയുടെ ഒരു സാധനവും ഞങ്ങൾ കളയാറില്ല. ചക്കയുടെ മുള്ളു മാത്രം നിവർത്തികേട് കൊണ്ട് കളയുന്നതാണ്. ബാക്കി ഒരു കാര്യവും കളയാറില്ല. ചില സമയത്ത് ഈ ചക്കയുടെ ചവണി കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ ഇരുന്ന് വാടും. ആ സമയത്ത് ഞങ്ങൾ മെഴുക്കുവരട്ടി വെച്ച് കഴിക്കും. കാരണം തോരൻ വെക്കുമ്പോൾ ഒന്ന് വാടിയ ഒരു രുചി വരുന്നത് കൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മെഴുക്കുവരട്ടി ആക്കി പോലും കഴിച്ചത് തീർക്കും, കളയില്ല. അത്ര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ചക്ക. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്ന് പറയൂ. വയറുവേദന എടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ചക്ക കഴിച്ചിട്ട് വയറുവേദന എടുക്കുന്ന ആളുകൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.